0.0000000314 സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതിയാൽ ലഭിക്കുന്നത് ഏത്? ഇവിടെ ഒരു ദശാംശ സംഖ്യയെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതാം. നോക്കുക, ഈ ദശാംശ സംഖ്യയുടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്തുള്ള ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 അവിടെ തൊട്ട് വലത്തോട്ടുള്ള ഭാഗം നമ്മൾ എഴുതുക. അപ്പോൾ 314 എന്ന് വരും. ഇനി ഇതിൽ ഡെസിമൽ പോയിന്റ് കൊടുക്കുന്നത് ആദ്യത്തെ അക്കത്തിന് വലതുവശത്താണ്, അതായത് 3.14 എന്നാവും. ഇൻറ്റു, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റിന് വലതുവശത്ത് 3 വരെയുള്ള അക്കങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ 2, 4, 6, 8 അക്കങ്ങളാണ് 3 വരെയുള്ളത്. 3 ഉൾപ്പെടെയാണ് 8 അക്കങ്ങൾ. അപ്പോൾ 3.14 ഇൻറ്റു 10⁻⁻8 എന്ന് എഴുതുക. 3.14 ഇൻറ്റു 10⁻⁻8. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ചുവടെ നൽകിയിരിക്കുന്ന 2 പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന 22.5% 5ഉം 16 രണ്ടാമത്തത് 33 33% 11 9. അപ്പോൾ ഈ 2 പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഈ താഴെ നൽകിയിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഈ പ്രസ്താവനകളുടെ ശരിതെറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ നോക്കുക, 22.5% 5ഉം 16 നമുക്ക് 22.5% 22% കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 22.5% കാണാൻ 22.5 ഗുണം 100ൽ 22 എന്ന് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഈ 22 മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ്, അതിനെ രൂപമാറ്റം വരുത്താം. അപ്പോൾ 22 കൊണ്ട് ഈ 2നെ ഗുണിക്കുക. 22 ഗുണം 2 44, 1 45. അപ്പോൾ അംശമായിട്ട് 45 എഴുതുക, ഛേദമായിട്ട് 2 എഴുതുക. 2ൽ 45 എന്ന് വരും. ഗുണം നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ ഈ 22 നമുക്ക് ഇതുപോലെ തന്നെ 45/2 എന്ന് എഴുതാം. അതുപോലെ ബൈ 100 എന്നുള്ളത് ഇൻറ്റു 1/100 എന്ന് എഴുതാം. അതായത് ഈ രീതിയിൽ 45/2 ഗുണം 1/100 എന്ന് എഴുതുക. ഇനിയിപ്പോൾ ക്രിയ ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് 100ഉം 45ഉം 5ൻ്റെ ഗുണിതങ്ങളാണ്. 5 കൊണ്ട് ഹരിക്കാം. 45നെ 5 കൊണ്ട് ഹരിച്ചാൽ 9, 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20. വീണ്ടും 20നെയും 45നെ 5 ഉപയോഗിച്ച് ഹരിക്കാം. 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4, 45നെ 5 കൊണ്ട് ഹരിച്ചാൽ 9. അപ്പോൾ 9 ഗുണം 9 81/2 ഗുണം 2 ഗുണം 4, 2 2 4, 4 16, 81/16 എന്ന് വരും. 81നെ 16 കൊണ്ട് ഹരിക്കുക. 5 തവണ 16 ഉണ്ട്. 5 16 80, ശിഷ്ടം 1 വരും. അപ്പോൾ ഹരണഫലം 5ഉം നോക്കുക, ശിഷ്ടം 1 ഉള്ളതുകൊണ്ട് ഹരിച്ചത് 16 16ൽ 1, 5ഉം 16ൽ 1. ഇത് തന്നെയാണ് നമുക്ക് ഉത്തരവായി നൽകിയിരിക്കുന്നത്, 5ഉം 16ൽ 1. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കുക, 33 3/1 33 11 9/1. അപ്പോൾ ഇതും നമുക്ക് നേരത്തെ ഇത് കണക്ക് മാറ്റി എഴുതാം. 33 3/1 ഗുണം 100 33 3/1 കാണണം. ഇതാണ് 33 3/1 33 3/1 കാണാനുള്ള ക്രിയ. ഇനി നമുക്കിതിനെ മാറ്റം വരുത്താം. 33 ഗുണം 3 99, അതിനോടൊന്ന് കൂട്ടിയാൽ 100. അതായത് 33 3/1 എന്ന് പറഞ്ഞാൽ 100/3 100/3 ഗുണം ഇവിടെയും 100/3/100 എന്ന് വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് നമുക്ക് ഈ /100നെ ഇൻറ്റു 1/100 എന്നാക്കി മാറ്റാം. അപ്പോൾ 100/3 ഗുണം 100/3 ഗുണം 1/100 ഇങ്ങനെ ആക്കും. നോക്കുക, നമുക്ക് 100 100 ക്യാൻസലാകാം. അപ്പോൾ 100 ഗുണം 1 100/3 9 എന്ന് വരും. 100നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? നോക്കുക, 100നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കിവിടെ ഹരിക്കാം. 100/9 10ൽ ഒരു തവണ 9 9 കുറയ്ക്കുമ്പോൾ 1 ശിഷ്ടം വരും. വീണ്ടും 0 വെക്കുന്നു. ഇപ്പോഴും 10ആയി. 10ൽ 9 ഒരു തവണയാണുള്ളത്. 9 9 ശിഷ്ടം 1. അപ്പോൾ 11ഉം പിന്നെ ശിഷ്ടം 1 ആണ് വന്നത്. അതുകൊണ്ട് 11 9/1. അപ്പോൾ 33 3/1 33 3/1 എന്ന് പറയുന്നത് 11 9/1.
അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതായത് രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ശരിയാണെന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയുത്തരം. ശരിയുത്തരം ഓപ്ഷൻ സി, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 12-ൽ 11, 33-ൽ 31, 23-ൽ 21, 29-ൽ 27 എന്നീ 4 ഭിന്നസംഖ്യകളെ ആരോഹണക്രമത്തിൽ ക്രമീകരിച്ചാൽ കിട്ടുന്നത് ഏത്? ഇവിടെ 4 ഭിന്നസംഖ്യകൾ നൽകിയിട്ടുണ്ട്. 12-ൽ 11, 33-ൽ 31, 23-ൽ 21, 29-ൽ 27. ഇവയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ക്രമത്തിൽ എഴുതി കഴിഞ്ഞാൽ, ഏറ്റവും ചെറുത് ആദ്യം ഏറ്റവും വലുത് അവസാനം എന്ന ക്രമത്തിൽ എഴുതിയാൽ ഈ തന്നിരിക്കുന്നതിൽ ഏത് രൂപത്തിൽ വരും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിലെ 3 ഭിന്നസംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവയ്ക്ക് പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. നോക്കുക, 31-നോട് 2 കൂട്ടിയാൽ 33 കിട്ടും. 21-നോട് 2 കൂട്ടിയാൽ 23, 27-നോട് 2 കൂട്ടിയാൽ 29. അതായത് ഇവയുടെ അംശങ്ങളോട് 2 കൂട്ടിയാൽ ഛേദങ്ങൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ അംശത്തേക്കാൾ ഒരു നിശ്ചിത സംഖ്യ ഛേദം കൂടി വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുതും വലുതും കണ്ടുപിടിക്കാൻ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. അംശങ്ങളേക്കാൾ നിശ്ചിത സംഖ്യ ഛേദം കൂടി വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യകൾ അടങ്ങിയ ഭിന്നമായിരിക്കും ഏറ്റവും ചെറുത്. ഏറ്റവും വലിയ സംഖ്യകൾ അടങ്ങിയ ഭിന്നവും ഏറ്റവും വലുതും. അപ്പോൾ ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറുത് 23-ൽ 21. ഇനി അടുത്തത് 29-ൽ 27. വലിപ്പത്തിൻ്റെ ക്രമത്തിലെടുത്തത് 29-ൽ 27. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 33-ൽ 31. അപ്പോൾ ഈ 3 സംഖ്യകൾ ഈ ക്രമത്തിലായിരിക്കും വരേണ്ടത്. 23-ൽ 21, 29-ൽ 27, 33-ൽ 31. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. അതിൽ ഓപ്ഷൻ എയിൽ ഈ ക്രമത്തിലാണ്. കാരണം 23-ൽ 21-ൻ്റെ വലത് വശത്ത് 29-ൽ 27, അതിന് വലത് 33-ൽ 31 ഈ ക്രമത്തിലാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബിയിലും ഇതേ ക്രമത്തിലാണ്. അതേസമയം ഓപ്ഷൻ സി നോക്കുക. ഇവിടെ 29-ൽ 27-ന് വലതുവശത്ത് 23-ൽ 21 വന്നിരിക്കുന്നു. അത് തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി തെറ്റായിരിക്കും. അതുപോലെ ഓപ്ഷൻ ഡിയിലെ 33-ൽ 31 ഏറ്റവും ഇടതുവശത്ത് വന്നിരിക്കുന്നത്. അതും തെറ്റാവും. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ഓപ്ഷൻ എയും ബിയും മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ എയിലും ബിയിലും ഈ 12-ൽ 11 കൂടെ വരുന്നുണ്ട്. 12-ൽ 11, 23-ൽ 21 ഇതിലേതാണ് വലുതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. കാരണം ഓപ്ഷൻ എയിൽ നോക്കുക, 23-ൽ 21 വലുതാണ് 12-ൽ 11 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 12-ൽ 11 വലുതാണ് 23-ൽ 21 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഈ 2 സംഖ്യകൾ തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. നോക്കുക, 12-ൽ 11, 23-ൽ 21 ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലെത്താം. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു മാർഗ്ഗമുണ്ട്. ഈ 23 കൊണ്ട് ഈ 11-നെ ഗുണിക്കുന്നു. അതുപോലെ 12 കൊണ്ട് 21-നെയും ഗുണിക്കുന്നു. 23 കൊണ്ട് 11-നെ ഗുണിച്ചാൽ 253 കിട്ടും. അത് ഇവിടെ എഴുതുക. 12 കൊണ്ട് 21-നെ ഗുണിച്ചു കഴിഞ്ഞാൽ 252 വരും. ഇതിൽ വലിയ സംഖ്യ 253 അതായത് അതിനോടൊപ്പം എഴുതിയ 12-ൽ 11 വലിയ സംഖ്യ. അപ്പോൾ ചെറിയ സംഖ്യ 23-ൽ 21. അപ്പോൾ ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ 23-ൽ 21 ആയിരിക്കും. അതിനേക്കാൾ വലുതാണ് 12-ൽ 11. 12-ൽ 11. അപ്പോൾ ഈ ക്രമത്തിനാണ് ഈ 2 സംഖ്യകൾ വരേണ്ടത്. ഈ 2 സംഖ്യകൾ ഈ ക്രമത്തിൽ വരുന്നത് ഓപ്ഷൻ എയിലാണ്. അതുകൊണ്ട് ശരിയുത്തരം ഓപ്ഷൻ എ ആയിരിക്കും. ഒരാൾ തൻ്റെ മോട്ടോർ ബൈക്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 70 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ 6 മിനിറ്റ് വൈകിയെത്തും. എന്നാൽ 80 കിലോമീറ്റർ വേഗത്തിൽ പോയാൽ 6 മിനിറ്റ് നേരത്തെയും എത്തുമെങ്കിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്ററാണ്? ഇവിടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ദൂരം നമുക്ക് ഡി എന്നെടുക്കാം. ഡി കിലോമീറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി സഞ്ചരിക്കുന്ന വേഗത ഇവിടെ നൽകിയിട്ടുണ്ട്. സഞ്ചരിക്കുന്ന ദൂരം നമുക്ക് ഡി എന്നെടുത്തു. അങ്ങനെയെങ്കിൽ സഞ്ചരിക്കാനെടുത്ത സമയം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സമയം കണ്ടുപിടിക്കാനായിട്ട് സഞ്ചരിച്ച ദൂരത്തിനെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. ദൂരം ബൈ വേഗതയാണ് സമയം. അപ്പോൾ ആദ്യം 70 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കാം. ആ സമയത്തിന് നമുക്ക് T1 എന്നെടുക്കാം.
T1 സമം ദൂരം നമ്മൾ ഡി എന്നാണ് എടുത്ത് ഡി ബൈ വേഗത 70. T1 സമം ഡി ബൈ 70 മണിക്കൂറായിരിക്കും. അതുപോലെ 80 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എടുക്കുന്ന സമയം നോക്കുക. അവിടെ ദൂരം ഡി എന്ന് തന്നെ വന്നു, വേഗത 80, ഡി ബൈ 80 മണിക്കൂർ. ഇത്രയുമായിരിക്കും T2 ഉണ്ട്. ഇനി ഈ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നോക്കുക, 10 മണിക്കാണ് അയാൾക്ക് ഓഫീസിൽ എത്തേണ്ടതെന്ന് കരുതുക. 70 കിലോമീറ്റർ വേഗത്തിലാണ് അയാൾ പോകുന്നതെങ്കിൽ 6 മിനിറ്റ് വൈകും. അതായത് 10 മണി 6 മിനിറ്റ് ആവും ഓഫീസിൽ ചെല്ലുമ്പോഴുള്ള സമയം. ഇനി 80 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നതെങ്കിൽ അയാൾ 6 മിനിറ്റ് നേരത്തെ എത്തും. അതായത് 9 മണി 54 മിനിറ്റിന് അയാൾ ഓഫീസിലെത്തും. ഈ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 12 മിനിറ്റാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. 12 മിനിറ്റ്, അത് ഓർക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാമല്ലോ. ഇവിടെ കൂടിയ സമയം എന്ന് പറയുന്നത് T1 ആയിരിക്കും, അവിടെയാണ് വേഗത കുറവ്. അപ്പോൾ T1 മൈനസ് T2 സമം ഡി ബൈ 70 മൈനസ് ഡി ബൈ 80. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കുക, ഇവിടെ ഫ്രാക്ഷൻസ് കുറയ്ക്കണമെങ്കിൽ രണ്ടിൻ്റെയും ഛേദം പൊതുവാക്കണം. അപ്പോൾ 80 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുക, 70 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുക, ഛേദമായിട്ട് 70 ഗുണം 80. 80 ഡി മൈനസ് 70 ഡി ബൈ 70 ഇൻറ്റു 80 എന്ന് വരും. 80 ഡിയിൽ നിന്ന് 70 ഡി കുറച്ചാൽ 10 ഡി. 10 ഡി ബൈ 70 ഗുണം 80 എന്ന് വരും. ഇനി ഈ വ്യത്യാസം, ഇതാണ് T1 മൈനസ് T2. ഈ വ്യത്യാസമാണ് നമ്മൾ 12 മിനിറ്റ് എന്ന് കണ്ടത്. അപ്പോൾ 10 ഡി ബൈ 70 ഗുണം 80 സമം നമുക്ക് 12 മിനിറ്റ്. നോക്കുക, ഇവിടെ എല്ലാം മണിക്കൂറിലാണ് കിട്ടിയത്. 12 മിനിറ്റിനെ മണിക്കൂറാക്കണം. അതായത് 12 ബൈ 60 മണിക്കൂർ. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഡി കാണാം. ഡി സമം ഈ 10നെ വലതുവശത്തേക്ക് കൊണ്ടുപോകണം, 70നെയും 80നെയും വലതുവശത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 12 ഗുണം 70 ഗുണം 80 ബൈ 10 ഛേദത്തിൽ വരും, 60 ഗുണം 10. നമുക്ക് 10ൻ്റെ ഒരു 0വും 80ൻ്റെ ഒരു 0വും ക്യാൻസൽ ചെയ്യാം. നോക്കുക, 12ൻ്റെ 5 ഇരട്ടിയാണ് 60. അതുകൊണ്ട് 12നെ നമുക്ക് 12 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. 60നെ 12 കൊണ്ട് ഹരിച്ചാൽ 5ഉം കിട്ടും. ഇനി 70നെ 5 കൊണ്ട് ഹരിക്കാം. 70നെ 5 കൊണ്ട് ഹരിച്ചാൽ 14. അപ്പോൾ 14 ഗുണം 8 എന്ന് കിട്ടും. 14 ഗുണം 8 എത്ര വരും? 112 എന്ന് കിട്ടും. അതായത് ദൂരം 112 കിലോമീറ്റർ ആണ്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം 112 കിലോമീറ്റർ. ശരി, ഉത്തരം ഓപ്ഷൻ എ. ആദ്യത്തെ 32 എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ അഥവാ ക്യൂബുകളുടെ ശരാശരി എത്രയാണ്? ഇവിടെ ആദ്യത്തെ 32 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി കണ്ടുപിടിക്കണം. അപ്പോൾ ശരാശരി കാണുന്നത് സംഖ്യകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ്. തുക ബൈ എണ്ണമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 32 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ ആണ്. ഓർക്കുക, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ 32 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്ര വരും? ഇതിന് പകരം 32 കൊടുക്കുക. അപ്പോൾ 32 ഗുണം n പ്ലസ് 1ൻ്റെ സ്ഥാനത്ത് 33 വരും. 33 ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് ഇങ്ങനെ വരും, 32 സ്ക്വയർ ഗുണം 33 സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ 4. ഇതാണ് തുക. എണ്ണം നമുക്കറിയാം 32 തന്നെയാണ്. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത്, ശരാശരി കാണാൻ ഇതിനെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 32 സ്ക്വയർ ഗുണം 33 സ്ക്വയർ ബൈ 4 ബൈ 32 വരും. 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1/32 കൊണ്ട് ഗുണിച്ചാലും മതി. 1/32 ഇതാണ് നമുക്ക് സൗകര്യം. അപ്പോൾ ഇവിടെ 32 സ്ക്വയർ ഉണ്ട്, ഇവിടെ 32 ഉണ്ട്. അപ്പോൾ ഒരു 32 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനി എന്താണ് വരുന്നത്? 32 ഗുണം 33 സ്ക്വയർ ബൈ 4 എന്ന് വരും. അപ്പോൾ 32 ഗുണം 33ൻ്റെ സ്ക്വയർ
1089 ബൈ 4. 4 കൊണ്ട് 32 ഹരിക്കാം. അപ്പോൾ 8 എന്ന് കിട്ടും. 8 ഗുണം 1089 ഗുണിച്ച് കഴിയുമ്പം 8712 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 32 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി 8712 ശരിയുത്തരം ഓപ്ഷൻ ബി. 13 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ വികർണം വശമാക്കി വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഇവിടെ ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 13 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എ സമം 13 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. എങ്ങനെയെങ്കിൽ ആ സമചതുരത്തിൻ്റെ വികർണം വശമാക്കി വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സമചതുരത്തിൻ്റെ 13 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം. വികരണത്തിനെ ഡി കൊണ്ട് സൂചിപ്പിച്ചാൽ ഡി സമം √2a ആയിരിക്കും. അതായത് വശത്തിൻ്റെ നീളത്തിനെ √2 കൊണ്ട് ഗുണിച്ചാൽ വികരണത്തിൻ്റെ നീളം കിട്ടും. ഇവിടെ a 13 ആണല്ലോ, അപ്പോൾ √2 ഗുണം 13 എന്ന് വരും. അതായത് 13√2 ആണ് ഒരു വികരണത്തിൻ്റെ നീളം, 13√2 സെൻറ്റിമീറ്റർ. ഇനി വികരണം വശമാക്കി വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പുതിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ് 13√2. അപ്പോൾ അതിൻ്റെ ആ സമചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടാനായിട്ട് ഈ വികരണത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗം എടുത്താൽ മതി. അതായത് ഡി സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് 13√2ൻ്റെ സ്ക്വയർ കാണുക. 13√2ൻ്റെ സ്ക്വയർ 13ൻ്റെ സ്ക്വയർ ഗുണം √2ൻ്റെ സ്ക്വയർ 2. 13ൻ്റെ സ്ക്വയർ 169 ഗുണം 2 എന്ന് വരും. അതായത് 338. അപ്പോൾ 338 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് പുതിയ സമചതുരത്തിൻ്റെ പരപ്പളവ്. ശരിയുത്തരം ഓപ്ഷൻ സി. 48 രൂപ വിലയുള്ള 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില വർദ്ധിച്ചപ്പോൾ 54 രൂപയായി. എങ്കിൽ വർധനവ് എത്ര ശതമാനമാണ്? ഇവിടെ 48 രൂപ വിലയുണ്ടായിരുന്ന പഞ്ചസാരയുടെ വില 54 രൂപയായി. അങ്ങനെയെങ്കിൽ എത്ര ശതമാനം വർധനവുണ്ടായി, വിലവർധനവുണ്ടായി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ശതമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം എത്ര രൂപയാണ് വർദ്ധിച്ചതെന്ന് കാണാം. എത്ര രൂപയാണെന്ന് വർദ്ധിച്ചതെന്ന് കാണാനായിട്ട് പുതിയ വിലയിൽ നിന്നും പഴയ വില കുറച്ചാൽ മതി. 54ൽ നിന്ന് 48 കുറച്ച് കഴിഞ്ഞാൽ 6. അപ്പോൾ 6 രൂപയാണ് വർധനവ്. ഇത് ആദ്യത്തെ വിലയായിരുന്ന 48ൻ്റെ എത്ര ശതമാനമെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 48ൻ്റെ എത്ര ശതമാനമാണ് 6 എന്ന് കാണാൻ 48ൽ 6 ഗുണം 100 കാണുക. നമുക്ക് ഇവിടെ അംശവും ഛേദവും 6ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 6 ഉണ്ട്, അംശത്തിനെയും ഛേദത്തിനെയും ഹരിക്കുക. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 8ഉം വരും. അപ്പോൾ 100/8 എന്നാവും. 100നെ 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 12.5 ആണ്. അപ്പോൾ 12.5% വർധനവ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. ക്ലോക്കിലെ സമയം രാവിലെ 9:30 മണി ആയിരുന്നാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ ക്ലോക്കിലെ സമയം 9:30 മണി, അതായത് 9:30 ആകുമ്പോൾ അതിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 9×6 54. അപ്പോൾ ഇത് 540 വരും. 11 3 33 ആയതുകൊണ്ട് 11 ഗുണം 30 330. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് സൂചികൾക്കിടയിലെ കോണളവ് കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് 540ൽ നിന്നും 330 കുറയ്ക്കാം. 210. 210ൻ്റെ പകുതി കാണുക. 210ൻ്റെ പകുതി 105. 105 ഡിഗ്രി ആയിരിക്കും സൂചികൾക്കിടയിലെ കോണളവ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത്? 3, 20, 55, 114, 203, 328 ഡാഷ്. അപ്പോൾ ഇവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഇതിലെ അടുത്ത പദം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ നിലവിലുള്ള പദങ്ങളുടെ പ്രത്യേകത എന്തെന്ന് കണ്ടെത്തിയാൽ നമുക്ക് അടുത്ത പദം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നോക്കുക, 20, 55, 114 അങ്ങനെയാണ് ഇത് പോകുന്നത്. 20 എന്നുള്ളത് നമുക്ക് 27 - 7 ആണെന്നറിയാം. 27ൽ നിന്ന് 7 കുറച്ചാൽ 20 കിട്ടും. 55 എന്നുള്ളത് 64ൽ നിന്ന് 9 കുറച്ചാൽ 55 കിട്ടും.
ആദ്യത്തെ സംഖ്യ ഇവിടെ 8 നിന്ന് 5 കുറച്ചാൽ ആദ്യത്തെ സംഖ്യയായി 3 ആയി. ഇനി 64 - 9 55. 114 എന്നുള്ളത് 125 നിന്ന് 11 കുറച്ചാൽ 114 ആയി. 216 നിന്ന് 13 കുറച്ചാൽ 203 കിട്ടും. 343 നിന്ന് 15 കുറച്ചാൽ 325 കിട്ടും. ഈ 8, 27, 64, 125, 216, 343 ഇവയ്ക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ക്യൂബുകളാണ്. 2ൻ്റെ ക്യൂബാണ് 8. അപ്പോൾ 2 ക്യൂബ് മൈനസ് 5. ഇവിടെ 3ൻ്റെ ക്യൂബാണ് 27. 3 ക്യൂബ് മൈനസ് 7. 4ൻ്റെ ക്യൂബാണ് 64. 4 ക്യൂബ് മൈനസ് 9. 5 ക്യൂബ് മൈനസ് 11. 6 ക്യൂബ് മൈനസ് 13. 7 ക്യൂബ് മൈനസ് 15. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തത് വേണ്ടത് 8 ക്യൂബ് മൈനസ് 17 ആയിരിക്കണം. നോക്കുക, കുറച്ചിരിക്കുന്നതെല്ലാം 9, 11, 13, 15, 17 ആ ക്രമത്തിനാണ് പോകുന്നത്. 8 ക്യൂബ് മൈനസ് 17 ആണ് അടുത്ത സംഖ്യ വേണ്ടത്. 8ൻ്റെ ക്യൂബ് 512 ആണ്. 512 നിന്ന് 8ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 3 തവണ ഗുണിച്ചത്. അതിൽ നിന്ന് 17 കുറച്ച് കഴിഞ്ഞാൽ 495 കിട്ടും. അപ്പോൾ അടുത്ത സംഖ്യ 495 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശയായി 2400 രൂപ ലഭിക്കും. അതേ തുകയ്ക്ക് അതേ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശയായി 2496 രൂപയും ലഭിക്കുമെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? ഇവിടെ 2 വർഷത്തെ സാധാരണ പലിശ 2400 രൂപയാണ്. അപ്പോൾ സാധാരണ പലിശയിൽ എല്ലാ വർഷവും ഒരേ തുക തന്നെയാണ് പലിശയായിട്ട് ലഭിക്കുക. അതായത് ഈ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 2 വർഷത്തെ പലിശയാണ് 2400 രൂപ. അപ്പോൾ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 2400ൻ്റെ പകുതി, അതായത് 1200 രൂപയായിരിക്കും. 2ാം വർഷത്തെ പലിശയും 1200 രൂപയായിരിക്കും. ഇനി കൂട്ടുപലിശയിൽ ആദ്യ വർഷം 1200 രൂപ തന്നെയാണ് പലിശയായി കിട്ടുക. അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും ആദ്യ വർഷം തുല്യമായിരിക്കും, 1200 രൂപ തന്നെ. 2ാം വർഷം കൂട്ടുപലിശയായിട്ട് എത്ര രൂപ കിട്ടി? ആകെ 2496 കിട്ടിയത്. അതിൽ നിന്നും ആദ്യ വർഷത്തെ പലിശയായ 1200 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1296. അതായത് 2ാം വർഷം 1296 രൂപ കിട്ടി. ഇവിടെ അധികമായി കിട്ടിയത് 96 രൂപയാണ്. ഈ 96 രൂപ എന്ന് പറഞ്ഞാൽ ആദ്യ വർഷത്തെ പലിശയുടെ പലിശയാണ്. അപ്പോൾ 1200 രൂപയ്ക്ക് 96 രൂപയാണ് പലിശയായി ലഭിക്കുന്നത്. അപ്പോൾ പലിശ നിരക്ക് കണ്ടുപിടിക്കാനായിട്ട് അത് മതി നമുക്ക്. 1200ൻ്റെ എത്ര ശതമാനമാണ് 96 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് 1200-ൽ 96 ഗുണം 100 കാണുക. നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 96നെ 12 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 8 കിട്ടും. അപ്പോൾ 96/12 8 ആണ്. അപ്പോൾ പലിശ നിരക്ക് 8% വരും. ശരി ഉത്തരം ഓപ്ഷൻ സി. മെട്രിക് അളവ് സമ്പ്രദായത്തിലെ ചില ബന്ധങ്ങൾ ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായത് ഏത്? ഇവിടെ മെട്രിക് അളവ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ചില ബന്ധങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക. 100 മില്ലിമീറ്റർ = 1 മീറ്റർ. ഇത് തെറ്റാണ്. 1000 മില്ലിമീറ്റർ ആണ് 1 മീറ്റർ. അതാണ് ശരി. അപ്പോൾ ഇത് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി നോക്കുക. 100 ഡെസിലിറ്റർ = 1 ലിറ്റർ. 100 ഡെസിലിറ്റർ. ഓർക്കുക, 1 ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ഡെസിലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ 10-ലൊരു ഭാഗമാണ്. 10-ലൊന്ന് ലിറ്ററാണ്. അപ്പോൾ 10 ഡെസിലിറ്റർ മതി 1 ലിറ്റർ ആകാൻ. 10 ഡെസിലിറ്റർ = 1 ലിറ്റർ എന്നുള്ളതാണ് ശരി. ഇവിടെ 100 ഡെസിലിറ്റർ = 1 ലിറ്റർ എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കുക. 100 ചതുരശ്ര മില്ലിമീറ്റർ = 1 ചതുരശ്ര സെൻറ്റിമീറ്റർ. നോക്കാം. 1 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ഗുണം 1 സെൻറ്റിമീറ്റർ ആണ്. ഈ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണല്ലോ. അതായത് 10 മില്ലിമീറ്റർ ഗുണം 10 മില്ലിമീറ്റർ. 10 ഗുണം 10 100. അതായത് 100 മില്ലിമീറ്റർ സ്ക്വയർ ആണ് 1 ചതുരശ്ര സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 100 ചതുരശ്ര മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 ചതുരശ്ര സെൻറ്റിമീറ്ററിന് തുല്യമാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ശരിയാണ്. ഈ ലാസ്റ്റത്തെയും കൂടെ നോക്കുക. 100 ക്വിൻ്റൽ = 1 ടൺ. ഓർക്കുക,
100 കിലോഗ്രാമാണ് 1 ക്വിൻ്റൽ. 100 കിലോഗ്രാം 1 ക്വിൻ്റൽ. 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം. 1 ടൺ 1000 കിലോഗ്രാമും 1 ക്വിൻ്റൽ 100 കിലോഗ്രാമുമാണ്. അപ്പോൾ 10 ക്വിൻ്റൽ മതി 1 ടണ്ണാകാൻ. 10 ക്വിൻ്റൽ ഉണ്ടെങ്കിൽ 1 ടണ്ണാവും. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ചുവടെ 2 സൂത്രവാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. സൂത്രവാക്യം 1, ഭിന്നസംഖ്യകളുടെ HCF സമം അംശങ്ങളുടെ HCF ബൈ ഛേദങ്ങളുടെ LCM. സൂത്രവാക്യം 2, ഭിന്നസംഖ്യകളുടെ LCM സമം അംശങ്ങളുടെ LCM ബൈ ഛേദങ്ങളുടെ HCF. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. സൂത്രവാക്യങ്ങൾ ശരിയും തെറ്റും എന്നുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 സൂത്രവാക്യങ്ങളും ശരിയാണ്. ഭിന്നസംഖ്യകളുടെ HCF അഥവാ ഉസാഖ കാണാനായിട്ട് അംശങ്ങളുടെ ഉസാഖയെ ഛേദങ്ങളുടെ ലസാഗു കൊണ്ട് ഹരിച്ചാൽ മതി. അതുപോലെ ഭിന്നസംഖ്യകളുടെ LCM അഥവാ ലസാഗു കാണാൻ അംശങ്ങളുടെ ലസാഗുവിനെ ഛേദങ്ങളുടെ ഉസാഖ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഈ 2 സൂത്രവാക്യങ്ങൾ ശരിയാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റായിട്ടുള്ളത് സൂത്രവാക്യം 1ഉം 2ഉം ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സൂത്രവാക്യം 1ഉം 2ഉം ശരിയാണ്. ഒരു കച്ചവട സ്ഥാപനത്തിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട 3 പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ഇവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഒരു സാധനത്തിൻ്റെ വില ആദ്യം 20% കുറച്ചതിന് ശേഷം 25% വർദ്ധിപ്പിച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ല. രണ്ടാമത്തെ പ്രസ്താവന, ഒരു സാധനത്തിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 25% കുറച്ചാൽ വിലയിൽ മാറ്റമുണ്ടാകില്ല. മൂന്നാമത്തത്, ഒരു സാധനത്തിൻ്റെ വില ആദ്യം 20% വർദ്ധിപ്പിച്ചതിന് ശേഷം 20% കുറച്ചാൽ വിലയിൽ മാറ്റമുണ്ടാവില്ല. നോക്കുക, ഓപ്ഷൻസ് നോക്കുക. പ്രസ്താവന 1 മാത്രം ശരിയാണ്, പ്രസ്താവന 2 മാത്രം ശരിയാണ്, പ്രസ്താവന 2, 3 എന്നിവ ശരിയാണ്, പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് ഉത്തരം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. സാധനത്തിൻ്റെ വില 100 രൂപയാണെന്ന് കരുതുക. 100 രൂപ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നോക്കാം. ആദ്യം സാധനത്തിൻ്റെ വില 100 രൂപ എന്ന് എടുക്കുക. ഇത് 20% കുറയ്ക്കുന്നു. 100ൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 രൂപ വരും. അപ്പോൾ 20 രൂപ കുറയ്ക്കുക. 100ൽ നിന്ന് 20 കുറച്ചാൽ 80. അപ്പോൾ പുതിയ വില 80. അതിനുശേഷം 25% വർദ്ധിപ്പിക്കുന്നു. ഓർക്കുക, 25% എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തിന് തുല്യമാണ്. അപ്പോൾ 25% കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80ൻ്റെ 4 ഭാഗം, അതായത് 20 കൂട്ടുന്നത്. 80ൻ്റെ 4 ഭാഗം 20. അപ്പോൾ 80ഉം 20ഉം കൂടെ കൂട്ടുമ്പോൾ 100ആയി. അപ്പോൾ ആദ്യത്തെ വില 100ആയിരുന്നു. ഇപ്പോൾ 20% കുറച്ച് അതിനുശേഷം 25% കൂട്ടിയപ്പോൾ വീണ്ടും വില 100ആയി കിട്ടി. അതായത് വിലയിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. രണ്ടാമത്തെ പ്രസ്താവനയിലും വില 100ആയിട്ട് എടുക്കുക. ആദ്യം 20% വർദ്ധിപ്പിക്കുന്നു എന്ന് കരുതുക. 100ൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 തന്നെ. അപ്പോൾ 100നോട് 20 കൂട്ടുന്നു. 20 കൂട്ടുമ്പോൾ 120 ആകുന്നു പുതിയ വില. അതിനുശേഷം 25% കുറയ്ക്കുന്നു. നേരത്തെ പറഞ്ഞത് ഓർക്കുക, 25% എന്ന് പറഞ്ഞാൽ 4 ഭാഗമാണ്. 120ൻ്റെ 4 ഭാഗം എന്ന് പറഞ്ഞാൽ 30 വരും. അപ്പോൾ 30 കുറയ്ക്കുന്നത്. 120ൽ നിന്ന് 30 കുറച്ചാൽ 90. അപ്പോൾ 100 ആയിരുന്നു. 20% കൂട്ടിയതിന് ശേഷം 25% കുറച്ചപ്പോൾ വില 90ആയി മാറി. ഇവിടെ വിലയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ടത് വിലയിൽ മാറ്റമുണ്ടാകുന്നതായിട്ടാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതിയാവും. മൂന്നാമത്തേൻ്റെ കാര്യം ചിന്തിക്കേണ്ടതില്ല. കാരണം നമുക്കിവിടെ ഓപ്ഷൻസ് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഈ ഓപ്ഷൻ ബി നോക്കുക. പ്രസ്താവന 2 മാത്രം ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ബി തെറ്റാണ്. 2 മാത്രം ശരിയാണെന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രസ്താവന തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ ബിയും തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ സി നോക്കുക. പ്രസ്താവന 2, 3 എന്നിവ ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻ സിയും തെറ്റാണ്. പ്രസ്താവന 1, 2 എന്നിവ ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണെന്നാണ് ഈ ഓപ്ഷനിൽ പറയുന്നത്.
പക്ഷേ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്, അതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ പിന്നെ ശരിയായിട്ടുള്ളത് ഇതേ ഉള്ളൂ, പ്രസ്താവന 1 മാത്രം ശരിയാണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ എ ആയിരിക്കും. നമുക്ക് മൂന്നാമത്തെ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. കാരണം ആദ്യ വില 100 എടുക്കുക, 20% കൂട്ടുന്നു. 100ൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വരും. 100നോട് 20 കൂട്ടുക, 100നോട് 20 കൂട്ടിയാൽ 120 ആവും. ഇനി 120 അതിൻ്റെ 20% കുറയ്ക്കുന്നു. 120ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 12 ആണ്. 20% എന്ന് പറഞ്ഞാൽ 24 വരും. ഓർക്കുക, 10% എന്ന് പറഞ്ഞാൽ 10-ൽ 1 ഭാഗം, അതായത് 12. 20% എന്ന് പറഞ്ഞാൽ 12ൻ്റെ ഇരട്ടി 24, അതായത് 24 കുറയ്ക്കണം. അപ്പോൾ 120ൽ നിന്ന് 24 കുറച്ചാൽ 96 കിട്ടുക. 96 നോക്കുക, 100 വില 96 വിലയിൽ മാറ്റമുണ്ടായി. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റ് തന്നെയാണ്. അപ്പോൾ ശരിയുത്തരം പ്രസ്താവന 1 മാത്രം ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. കൂട്ടത്തിൽ പെടാത്തതേത്? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ നോക്കുക, 13.46 ഗുണം 13.46 മൈനസ് 11.46 ഗുണം 2 ഗുണം 13.46 അധികം 11.46 ഗുണം 11.46 ഡിവൈഡഡ് ബൈ 13.46 മൈനസ് 11.46. ഓപ്ഷൻ ബി 12.97 ഗുണം 12.97 മൈനസ് 2 ഗുണം 12.97 ഗുണം 10.97 മൈനസ് 10.97 ഗുണം 10.97 ഡിവൈഡഡ് ബൈ 12.97 മൈനസ് 10.97. ഓപ്ഷൻ സി നോക്കുക, 0.5 ഗുണം 0.5 അധികം 1.5 ഗുണം 1.5 അധികം 1.5 ഗുണം 0.5 ഗുണം 2 ഡിവൈഡഡ് ബൈ 0.5 പ്ലസ് 1.5. ഓപ്ഷൻ ഡി 16.83 ഗുണം 16.83 മൈനസ് 14.83 ഗുണം 14.83 ഡിവൈഡഡ് ബൈ 16.83 പ്ലസ് 14.83. നമുക്ക് ഈ ഓരോ ഓപ്ഷനും സിംപ്ലിഫൈ ചെയ്തതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സർവ്വസമവാക്യങ്ങൾ അഥവാ ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ 2 സംഖ്യകളേ ഉള്ളൂ, 13.46 11.46. നമുക്ക് 13.46 എ എന്നെടുക്കാം, 11.46 ബി എന്നും എടുക്കാം. അങ്ങനെ 13.46 എ എന്നും 11.46 ബി എന്നും കൊടുത്താൽ ഇതിൻ്റെ രൂപം എന്താകുമെന്ന് നോക്കുക. 13.46 ഇൻറ്റു 13.46, അതായത് 13.46ൻ്റെ സ്ക്വയറാണ്. അത് നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ്, ഇവിടെ നോക്കുക 2 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 13.46 ഉണ്ട്, 11.46 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് വരും. അപ്പോൾ 2 എ ബി എന്നാവും അത്. പ്ലസ് ഇവിടെ 11.46 ഇൻറ്റു 11.46, അതായത് 11.46ൻ്റെ സ്ക്വയറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 11.46 നമ്മൾ ബി എന്ന് എഴുതാനെടുത്ത്, അപ്പോൾ ബി സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇതെന്താണ്, എ മൈനസ് ബി ആയിരിക്കും, എ മൈനസ് ബി. ഇനി നോക്കുക, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ബൈ എ മൈനസ് ബി എന്ന് വരും. അപ്പോൾ അംശത്തിലും ഛേദത്തിലും എ മൈനസ് ബി കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. കാരണം അംശം എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്, ഛേദം എ മൈനസ് ബി. അപ്പോൾ ഛേദത്തിലെ എ മൈനസ് ബി ക്യാൻസലാവും, അംശത്തിൽ ഒരു എ മൈനസ് ബി ക്യാൻസലായിട്ട് ഉത്തരം നമുക്ക് എ മൈനസ് ബി എന്ന് കിട്ടും. ഇനി എയുടെ സ്ഥാനത്ത് നമ്മൾ 13.46 ബിയുടെ സ്ഥാനത്ത് 11.46 അപ്പോൾ എ മൈനസ് ബി എത്ര വരും? 13.46 നിന്ന് 11.46 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2 എന്നാണ്. 2. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ്റെ വാല്യൂ 2 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷനിലും 2 സംഖ്യകളാണല്ലോ, 12.97 10.97. നമുക്ക് 12.97 എ എന്ന് കൊടുക്കുക, 10.97 ബി എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് 12.97 ഗുണം 12.97, അത് എ സ്ക്വയർ എന്നാവും. മൈനസ് 2 ഇൻറ്റു 12.97 ഇൻറ്റു 10.97 2ab എന്ന് വരും. മൈനസ് 10.97 ഇൻറ്റു 10.97, അതായത് ബിയുടെ സ്ക്വയർ, ബി സ്ക്വയർ ബൈ ഇവിടെ 12.97 മൈനസ് 10.97, അതായത് എ മൈനസ് ബി എന്ന് വരും.
അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് നമുക്കൊരു സർവ്വസമവാക്യ രൂപമല്ല. ഇത് നമുക്കിവിടെ മുന്നോട്ട് ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല, അതവിടെ കിടക്കട്ടെ. ഇനി അടുത്ത നോക്കുക, 0.5 ഗുണം 0.5, 1.5 ഗുണം 1.5. ഇവിടെ 1.5 ഗുണം 0.5 ഗുണം 2. അപ്പോൾ ഇവിടെയും രണ്ട് സംഖ്യകളാണ്, 0.5ഉം 1.5ഉം. നമുക്ക് 0.5ന് എ എന്ന് കൊടുക്കാം, 1.5ന് ബി എന്നും കൊടുക്കാം. അപ്പോൾ ആദ്യത്തത് 0.5 ഗുണം 0.5, അത് 0.5ൻ്റെ സ്ക്വയർ, അത് നമുക്ക് എ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇവിടെയോ 1.5 ഗുണം 1.5, അതായത് ബി സ്ക്വയർ. പ്ലസ് ഇവിടെ നോക്കുക, 2 ഗുണം 0.5 ഗുണം 1.5 ആണ്, അതായത് 2ab തന്നെയാണ്. 2ab ബൈ ഇവിടെ നോക്കുക 0.5 പ്ലസ് 1.5, അതായത് എ പ്ലസ് ബി എന്ന് വരും. എ പ്ലസ് ബി. ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബൈ എ പ്ലസ് ബി എന്ന് വരും. അംശത്തിലെയും ഛേദത്തിലെയും ഓരോ എ പ്ലസ് ബി ക്യാൻസലാവും, പോയിട്ട് അംശത്തിൽ എ പ്ലസ് ബി വരും. അതായത് 0.5 1.5 കൂടെ കൂട്ടുക, 1.5 കൂടെ കൂട്ടിയ 2. ഇവിടെ ഈ ഉത്തരം 2 കിട്ടും. ആദ്യത്തെ ഉത്തരത്തിന് സമാനമാണ്. ഇനി മൂന്നാമത്തതിൻ്റെ ഉത്തരം കൂടെ നമുക്ക് നോക്കാം. ഇവിടെ 16.83ഉം 14.83 രണ്ട് സംഖ്യകളാണുള്ളത്. അപ്പോൾ 16.83ന് നമുക്ക് എ എന്ന് കൊടുക്കാം, 14.83ന് ബി എന്നും കൊടുക്കുക. ദെൻ 16.83 ഗുണം 16.83, അതപ്പോൾ എ സ്ക്വയർ എന്നാവും. മൈനസ് 14.83 ഗുണം 14.83, അത് ബി സ്ക്വയർ എന്ന് വരും. 14.83ന് ബി കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഇവിടെ എന്ത് വരും, 16.83 അധികം 14.83, അതായത് എ പ്ലസ് ബി ആയിരിക്കും. എ പ്ലസ് ബി. ഇനി ഓർക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് എക്സ്പാൻഷൻ ഉണ്ട്, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഉണ്ട്. ഇവിടെ ഈ എ പ്ലസ് ബി ക്യാൻസലാവും, പോയിട്ട് എ മൈനസ് ബി എന്ന് വരും. എക്ക് നമ്മൾ കൊടുത്തത് 16.83, ബിക്ക് കൊടുത്തത് 14.83. കുറയ്ക്കുമ്പോൾ 16.83 നിന്ന് 14.83 കുറച്ചാൽ 2 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഈ ഉത്തരം 2. അപ്പോൾ എ സി ഡി ഈ 3 ഓപ്ഷൻസിൽ ഉത്തരം 2 ആണ് കിട്ടുന്നത്. ബി എ നമുക്ക് അതേ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. വർഗസംഖ്യ അഥവാ സ്ക്വയർ നമ്പർ അല്ലാത്ത സംഖ്യ ഏത്? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു പൂർണ്ണവർഗമല്ലാത്തത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമായി വരാത്തത് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കാം. ആദ്യത്തെ സംഖ്യ എടുക്കുക. $9,33,156 ഇതാണ് സംഖ്യ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഓരോ പെയറാക്കി മാറ്റുക. 3 പെയറുകൾ കിട്ടും. ഈ ആദ്യത്തെ പെയറിൽ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ സ്ക്വയർ ഏതാണ്? 9,981. ഇവിടെ 93 വന്നിരിക്കുന്നത്, 81 ഇതിന് തൊട്ട് താഴെ വരുന്ന സ്ക്വയർ. അല്ല, ഇതിൽ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ സ്ക്വയർ. ആ 81ൻ്റെ സ്ക്വയർ റൂട്ട് 9 അപ്പോൾ നമ്മളിവിടെ 9 എഴുതുക. ഇവിടെ മുകളിൽ 9 എഴുതുക. 9 ഗുണം 9 81 ഇവിടെ എഴുതുന്നു. 93 നിന്ന് 81 കുറയ്ക്കുക, 12 കിട്ടും. അടുത്ത പെയർ ഒന്ന് ചേർക്കുക, അതായത് 1231 വരും. 9ൻ്റെ ഇരട്ടി 18 ഇവിടെ എഴുതുക. ഇനി നമ്മളിവിടെ ഒരു സംഖ്യ എഴുതണം. ആ സംഖ്യ തന്നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. ഗുണിച്ച് കഴിയുമ്പോൾ ഇവിടെ എഴുതുന്ന അക്കം കൊണ്ട് ഇവിടെ വരുന്ന ഈ 3 അക്ക സംഖ്യയെ ഗുണിക്കുമ്പോൾ അത് ഈ 1231 ഉൾക്കൊള്ളുന്നതായിരിക്കണം, അല്ല അതിൽ താഴെ വരുന്നൊരു സംഖ്യ ആയിരിക്കണം. അപ്പോൾ നമുക്ക് 6 ഗുണം 200 1200. അപ്പോൾ 6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 6 ഗുണം 186. 6 ഇവിടെ 6 എഴുതി കഴിഞ്ഞാൽ ഇവിടെയും 6 എഴുതുക. 6 ഗുണം 186 എന്ന് വരും. അത് 1231 ഉൾക്കൊള്ളുന്ന സംഖ്യ ആയിരിക്കും. അങ്ങനെ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ സംഖ്യ അത് തന്നെയായിരിക്കും. ഓർക്കുക, 7 ഗുണം 187 വന്നു കഴിഞ്ഞാൽ 1231 വലിയ സംഖ്യ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എഴുതാവുന്ന പരമാവധി വലിയ സംഖ്യ 6 ആണ്. ഇവിടെയും 6 എഴുതുക. 6 ഗുണം 186 ഇവിടെ താഴോട്ട് എഴുതുക. 6 കൊണ്ട് 186 ഗുണിച്ചാൽ 1116 ആയിരിക്കും കിട്ടുക. കുറയ്ക്കുക, നേരത്തെ ഇതുപോലെ തന്നെ
115 വരും. വീണ്ടും അടുത്ത പെയർ ഇറക്കി എഴുതുന്നു, അതായത് 56. ഇനി ചെയ്യേണ്ടത് 96ൻ്റെ ഇരട്ടിയാണ് ഇവിടെ എഴുതേണ്ടത്. 96ൻ്റെ ഇരട്ടി 192 വരും. അതോടൊപ്പം ഇവിടെ ഒരക്കം കൂടെ കണ്ടുപിടിക്കണം. ആ അക്കം ഇവിടെയും എഴുതുക. ഈ അക്കം കൊണ്ട് ഇവിടെ വരുന്ന 4 അക്ക സംഖ്യയെ ഗുണിച്ചു കഴിഞ്ഞാൽ അത് ഈ 11,556 ഉൾക്കൊള്ളുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ 6 തന്നെയാണ്. 6 ഗുണം 1926 ഗുണിച്ചു കഴിയുമ്പം 11,556 തന്നെ കിട്ടും. കുറച്ച് കഴിയുമ്പോൾ 0, അതായത് 9,33,156ൻ്റെ സ്ക്വയർ റൂട്ട് 966 ആണ്. അതായത് ഇതൊരു വർഗ്ഗസംഖ്യയാണ്. ഇതുപോലെ ഓരോ ഓപ്ഷൻസായിട്ട് നമ്മൾ ചെയ്ത് നോക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. 77,49,956. വീണ്ടും നമുക്ക് പെയറാക്കി മാറ്റാം. നേരത്തെ ഇതുപോലെ തന്നെ ചെയ്യുക. 74 ഏറ്റവും വലിയ വർഗ്ഗം 8ൻ്റെ വർഗ്ഗമായ 64 ആണ്. അപ്പോൾ 8 ഇവിടെ രണ്ടിടത്ത് എഴുതുന്നു. 8 ഗുണം 8 64 ഇവിടെ എഴുതുന്നു. കുറയ്ക്കുമ്പോൾ 10 കിട്ടും. അടുത്ത രണ്ടക്കങ്ങൾ എഴുതുന്നു 1099. 8ൻ്റെ ഇരട്ടി 16 ഇവിടെ എഴുതുക. ദെൻ ഇവിടുത്തെ അക്കം കണ്ടുപിടിക്കണം. 6 ആണ് അവിടെ വരുന്നത്. 6 ഇവിടെ എഴുതുന്നു, ഇവിടെ എഴുതുന്നു. 6 ഗുണം 166 996 വരും. 996 കുറയ്ക്കുക. 103 കിട്ടും. അടുത്ത 56 ഇറക്കി എഴുതുന്നു. 86ൻ്റെ ഇരട്ടി 172 ഇവിടെ എഴുതുന്നു. വീണ്ടും ഇവിടെ വരുന്ന അക്കം കണ്ടുപിടിക്കണം നമുക്ക്. ഇവിടെ വരുന്ന അക്കം, അപ്പോൾ ആ അക്കം ഇവിടെ എഴുതണം. ആ അക്കം കൊണ്ട് ഈ 4 അക്ക സംഖ്യ ഗുണിക്കുമ്പോൾ അത് ഇതിനകത്ത് ഉൾക്കൊള്ളണം. ഇവിടെ വരുന്ന അക്കം 6 ആണ്. അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ അക്കം. 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 ഗുണം 1726 എന്ന് വരും. 1726നെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 10,356 തന്നെ കിട്ടും. കുറയ്ക്കുമ്പോൾ 0, അതായത് 7,49,956ൻ്റെ സ്ക്വയർ റൂട്ട് 866 ആണ്. അല്ലെങ്കിൽ 866ൻ്റെ വർഗ്ഗമാണ് 7,49,956. അപ്പോൾ ഇതും വർഗ്ഗസംഖ്യയാണ്. അപ്പോൾ ഇത് രണ്ടും വർഗ്ഗസംഖ്യയാണ്. ഇത് രണ്ടും ഉത്തരമായി വരില്ല. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ 58, 67, 56 5,86,756. ഇതിനെയും നമുക്ക് വർഗ്ഗമൂലം കണ്ടു നോക്കാം. നേരത്തെ ഇത് നമുക്ക് പേറുകളാക്കി മാറ്റുക. ദെൻ 58 അടങ്ങുന്ന ഏറ്റവും വലിയ വർഗ്ഗം 49, 7ൻ്റെ വർഗ്ഗമാണ്. അപ്പോൾ 7 രണ്ടിടത്തും എഴുതുക. 7 ഗുണം 7 49 എഴുതി. 58ൽ നിന്ന് 49 കുറച്ചാൽ 9 വരും. 67 967. 7ൻ്റെ ഇരട്ടി 14 ഇവിടെ എഴുതുക. ഇനി ഇവിടെ വരേണ്ട സംഖ്യ 6 തന്നെ. 6 കൊണ്ട് 146നെ ഗുണിക്കുക. 876 കിട്ടും. കുറയ്ക്കുന്നു 91 വരും. അടുത്ത 56 ഇറക്കി എഴുതുന്നു. 76ൻ്റെ ഇരട്ടി 152 ഇവിടെ എഴുതി. അടുത്ത് വരേണ്ട സംഖ്യ നോക്കുക. ഇവിടെയും വരേണ്ട സംഖ്യ 6 തന്നെയാണ്. 6 ഗുണം 1526 കുറച്ച് കഴിയുമ്പോൾ ഗുണിച്ച് കഴിയുമ്പോൾ 9,156 തന്നെ വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശിഷ്ടം 0. അപ്പോൾ 9,156, അതായത് 5,86,756ൻ്റെ സ്ക്വയർ റൂട്ട് 766 ആണ്. അല്ലെങ്കിൽ 766ൻ്റെ വർഗ്ഗമാണ് 5,86,756. അപ്പോൾ ഇതും വർഗ്ഗസംഖ്യയാണ്. അപ്പോൾ വർഗ്ഗസംഖ്യ അല്ലാതെ വരാവുന്നത് ഓപ്ഷൻ ഡി മാത്രമാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും.